ഹായ് സ്മിത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മൺഡേ ആണ്, എല്ലാവർക്കും പോകണം. അപ്പോൾ രാവിലെ തന്നെ 3:30 എഴുന്നേറ്റ് കുളി ജപം എല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വിട്ടു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവി, പിന്നെ അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഇഞ്ചിയും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നു. ശേഷം നമ്മൾ സാമ്പാറിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയും പരിപ്പും കൂടി വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചട്നി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് കടുകും വറ്റൽമുളകും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചട്നീൻ്റെ കൂട്ടും കൂടി അതിലേക്കിട്ട് അത് റെഡിയാക്കി അതൊരു ഭാഗത്തേക്ക് വെച്ചു. പിന്നീട് ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് സവാളയും കുറച്ച് ഒരിത്തിരി പുളിയോ അതിലേക്ക് ഇട്ട് വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം കുറച്ച് തക്കാളിയും ഉപ്പും കൂടി അതിലേക്കിട്ടിട്ട് നന്നായിട്ട് വഴറ്റി നല്ല പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ അത് നന്നായിട്ട് വഴറ്റി അത് മാറ്റി വയ്ക്കണം. അതിൻ്റെ ഇടയിൽ സാമ്പാർ പൊടി ഒരു പാനിലിട്ട് ചട്ടിയാണ് അതിലേക്കിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അത് വറുത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതിലേക്കിട്ട് കുറച്ച് പുളി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും മല്ലിത്തഴയും മറ്റേ കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതും മാറ്റി വെച്ചു. പിന്നെ അതിലേക്കുള്ള വറവിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കുറച്ച് കായപ്പൊടി കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് അത് അതിലേക്ക് ഒഴിച്ചു അതും മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഒഴിച്ചു, അത് തട്ടിലാക്കി അതൊരു ഭാഗത്താക്കി വെച്ചു. പിന്നെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച തക്കാളി ചട്നിയിലേക്ക് വറവിടുകയാണ്. അതിന് വേണ്ടിയിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു, പിന്നീട് ചോറ് വെച്ചു. അപ്പോഴത്തേക്ക് ചേട്ടൻ പോവാൻ റെഡിയായി. മൂപ്പര് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോയി. അപ്പോൾ മുകളിൽ നമ്മളെ ഡോറ ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട്. പിന്നീട് കുട്ടികൾ ഭക്ഷണം കഴിച്ച് അവരും ഇറങ്ങി. അതിനുശേഷം വീടൊക്കെ പൊട്ടി ഞാനും ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ എൻ്റെ മൺഡേ ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ടാറ്റ ബൈ ബൈ.